ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നീണ്ടൊരു മാസമായിരുന്നു മെയ് മന്ത്. ഞാൻ നാട്ടിൽ പോയിക്കായിരുന്നു. ഞാൻ കുറേ വ്ളോഗ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് നല്ല തിരക്കായിരുന്നു. ഭയങ്കര ബിസി ആയിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ആയിരുന്നു തിരക്ക്, അതിൻ്റെ ഓട്ടം. ഞാൻ വിചാരിച്ച പോലെ ഒന്നും, പ്ലാൻ ചെയ്ത പോലെ ഒന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഹെക്ടിക്കായിരുന്നു. എല്ലാത്തിനും ഓടിയത് എൻ്റെ അച്ഛനും പിന്നെ ഞാനൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗിനായിട്ടുള്ള സമയം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്കൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇത് ലൈക്ക് എല്ലാ വർഷവും ലോകത്ത് വെവ്വേറെ സ്ഥലത്ത് മാത്രം നടക്കണതാണ്. എൻ്റെ കമ്പനിയിൽ നിന്ന് എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യണതാണ്. ഈ വർഷം നമ്മുടെ കമ്പനിയാണ് ഹോസ്റ്റ് ചെയ്യണത് ആ പ്രോഗ്രാം. മോൺട്രിയലിലേക്കാണ് പോണേ. അവിടെ 5 ദിവസത്തേക്ക് ഓൾറെഡി ലൈക്ക് വണ്ടിയും ഹോട്ടലൊക്കെ അവർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പോണ ഈ ഇവൻറ്റിൻ്റെ പേര് MMS 2025 എന്നാണ്, വേൾഡ് മൈക്രോ മെഷീൻ സമ്മിറ്റ്. അപ്പോൾ ലോകത്തിൽ നിന്ന് മിക്ക കൺട്രീസിൽ നിന്നും ആൾക്കാർ വന്ന് അവരുടെ ഐഡിയ പിച്ച് ചെയ്യും. മെയിൻലി നാനോ ഫാബ്രിക്കേഷനും ചിപ്പ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്. നല്ല രസമായിട്ട് മോൺട്രിയൽ കാണാൻ. ഇത് ഡിലോയിറ്റിൻ്റെ ബിൽഡിംഗ് അപ്പുറത്ത്. ഞാൻ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു 17ാമത്തെ ഫ്ലോർ കേട്ടോ. ഇത് 3 ദിവസത്തേക്ക് $1500. എനിക്കെന്തിനാ 2 കട്ടിൽ? അടിപൊളി വ്യൂ. ഇത് 17ാമത്തെ ഫ്ലോറാണ്, പക്ഷെ ഇത് മുകളിലേക്ക് കുറേ ഉണ്ട്. ഇനി എനിക്ക് പണിയുണ്ട്. ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം. കുറേ പരിപാടികളുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അടിയെ പോവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കാം. എന്നാൽ കാണാം. ബാഡ്ജൊക്കെ കിട്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് പോണ സാധനങ്ങളൊക്കെ. ഇന്ന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഒരു ചെറിയൊരു എന്താ പറയുക, റിസപ്ഷൻ പോലെ വെച്ചിട്ടുണ്ട് എല്ലാവരും പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ ബാഡ്ജ് കളക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു 4 ഡേ ഇവൻ്റ് ആയിട്ടോ എൻ്റെ കമ്പനി നടത്തുന്നത്. അതിൽ 3 ദിവസമാണ് ഞാനിവിടെ ഉള്ളത്. 4ാമത്തെ ദിവസം ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഇത് ഫസ്റ്റ് ദിവസം വെറുതെ ലൈക്ക് മീറ്റ് ആൻഡ് ഗ്രീറ്റ് മാത്രമാണ്. എല്ലാവരും വന്ന് ഫുഡ് കഴിച്ച് പരിചയപ്പെടൽ മാത്രം. നാളെയാണ് മെയിൻ പരിപാടികൾ തുടങ്ങുന്നത്. കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് ചെറിയൊരു വെർട്ടിഗോ പോലെ തോന്നി. ഇപ്പം ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂളി വന്നു. എനിക്ക് വെർട്ടിഗോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, നോസിയ പോലെ വന്നു തുടങ്ങും, പെട്ടെന്ന് വേർത്ത് തുടങ്ങും. അപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയത് ഞാൻ മുകളിലേക്ക് വന്നു. ഞാൻ എപ്പോഴും ഗുളിക കൈ പിടിക്കും. എന്തോ ഭാഗ്യം, നാവിൻ്റെ അടിയിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിലെന്തോ കൈൻഡ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പേടിയാണ്, കാരണം കുറേ ആൾക്കാരുണ്ട്. അവിടെ മുമ്പിൽ ചേർന്ന് നാണങ്ങളുണ്ടല്ലോ. അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നു. പിന്നെ പുലർച്ചെ എൻ്റെ അടുത്ത് ഇത്തിരി കൂടി വർക്കുണ്ടായിരുന്നു, അത് തീർത്ത്. ഇതിപ്പോൾ 6 മണി. ഞാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. 6 മണി ആയിട്ടില്ല, 5:30 ആയിട്ടുള്ളൂ. എനിക്ക് 6:30 ആകുമ്പോഴേക്ക് അടിയിലെത്തണം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇന്നോട്ടാണ് മെയിൻ പരിപാടികൾ തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വർക്കുള്ള ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കോക്ടെയിൽ പാർട്ടിയും ഡിന്നറുമാണ്. ഇനി നാളെയാണ് ഇത്തിരിയും ടാസ്ക് ആയിട്ടുള്ളത്. ഇന്ന് ഇത്തിരി സിമ്പിൾ പണിയായിരുന്നു. എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നു, പക്ഷെ നാളെ നല്ല പണി ഉണ്ടാവും. പക്ഷെ എനിക്ക് റൂമിൻ്റെ വ്യൂ ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അടിപൊളി. കോക്ടെയിൽ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി കിടക്കണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം കാലത്ത് നേരത്തെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. ഫുള്ള് ഫോക്കായി കിടക്കുന്നു ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാലത്ത് 6:30 ആവാറായി. ഞാൻ 5:30 കഴിഞ്ഞിട്ടാണ്. എനിക്ക് ഇത്തിരി കാലത്ത് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അടിയെ പോകാൻ വേണ്ടി റെഡി ആവാ. മഞ്ഞൊക്കെ ഉള്ള പോലെ ഉണ്ട്. എനിക്ക് പുറത്ത് നല്ല രസമുണ്ട്. ഹലോ
ഗൈസ് ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നിരിക്കുന്നു. ഞാൻ വണ്ടി പിടിച്ച് വന്ന കാരണം ഇവർ യൂഷ്വലി സാധനങ്ങളൊക്കെ ഷിപ്പാണ് ചെയ്യാറ്. ഷിപ്പ് ചെയ്യണതിന് ഒരു പെട്ടിക്ക് തന്നെ $50 വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള പെട്ടികളാണ്. ഒരു 30 പെട്ടി എൻ്റെ വണ്ടിയിൽ കയറി, 30 കാട്ടൻ്റെ പെട്ടി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി. അപ്പോൾ അവർക്ക് നല്ലൊരു പൈസ ഞാൻ ലാഭിച്ചു കൊടുത്തു. ഈ ഹോട്ടലിലാട്ടോ ഞാൻ നിൽക്കണേ. അതിൽ 17ാമത്തെ നിലയിലാണ് ഞാൻ നിൽക്കണേ. അപ്പുറത്തൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ്. നോസ്റ്റ് അടിക്കുകയാണ് ഗൈസ്, നോസ്റ്റ്. ഞാൻ പണ്ട് വെറുതെ പണിയില്ലാത്ത സമയത്ത് ഇതുകൂടെ ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. ഞാൻ രാത്രി ഒരു 7 മണി 8 മണി നേരത്തേക്ക് വരും ഇങ്ങോട്ട് സൈക്കിൾ ഓടിച്ച്, അങ്ങനെ നടക്കും. അപ്പോൾ കിങ്സ്റ്റണിലെ ഞാനെന്താ മോൺട്രിയിലൊന്നും പണിയില്ലാതെ ഇരുന്ന് വന്നതെന്ന് ചിന്തിക്കാൻ വെച്ചാൽ, ഞാൻ ആദ്യം കാനഡയിലേക്ക് വന്നതേ മോൺട്രിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ അക്ഷയ് എന്ന് പറഞ്ഞ കസിൻ ബ്രദർ ഇവിടെയായിരുന്നു. അപ്പോൾ ആളുടെ വീട്ടിലാണ് ഞാൻ നിന്നോടുന്നത്. പിന്നെ ആളാണ് എനിക്ക് ജോലിയും സെറ്റ് ചെയ്ത് തന്നത്. ഞാനിവിടെ ഒരു മോളിൽ കയറി, നേരത്തെ കാണിച്ചിരുന്ന ട്രസ്റ്റ് മോളിൽ. എനിക്ക് നിൽക്കണ ഹോട്ടലിൽ പൂളിൽ കുളിക്കാനുള്ള ഡ്രസ്സില്ല. ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി വന്ന് നോക്കാം. ഞാനാകെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തതേ. അത് മൊത്തം ഇട്ടിട്ട് കേടായി. ഞാൻ അത് ഇട്ടിട്ട് പൂളിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുന്നു. റൂമിലെത്തുന്നു. നമുക്ക് റെഡി ആയിട്ട് പൂളിൽ പോകാം. പക്ഷെ പൂളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകത്തില്ല. ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ പോയി എടുത്ത ടീഷർട്ട്. ഇതിന് $25 കിട്ടും. പക്ഷെ ഇത്തിരി വണ്ണം തോന്നിക്കുന്നുണ്ട്, കാരണം എനിക്ക് വണ്ണം കൂടിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഷേപ്പിലായിരിക്കും ഗൈസ്. നിങ്ങൾ എനിക്കൊരു 1 ഇയർ തരും, ഞാൻ 1 ഇയറിൽ ഷേപ്പിലായി കാണിച്ചു തരാം. ഓക്കെ. പൂളിൽ പോയപ്പോൾ പൂളിൽ നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ സോനയിലേക്ക് ചാടി കയറി. ഞാൻ കുറേ നാൾക്ക് ശേഷം സോനയിലിരിക്കുകയാണ് ഗൈസ്. അടിപൊളി. ഗൈസ് കൂടിയൊക്കെ കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞിട്ട് പൂളിൽ കുറേ നേരം കുളിച്ചു. ശ്വാസം മുട്ടി ചത്തു കിട്ടോ. പക്ഷേ ഗൈസ് ഞാൻ ഇന്നലെ ഇട്ട പിങ്ക് ഷർട്ട് എടുത്തിട്ടു. ഇത് ചുളിഞ്ഞിരിക്കുകയാണ് ഫുള്ള്. ഞാൻ തേക്കാൻ മടി പിടിച്ചിരിക്കുക. പക്ഷെ ലിനൻ ഇല്ലേ, ലിനൻ ചുളിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ എനിക്കത് കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പോകാം. എന്നിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം നാളെ ഞാൻ ഈ കാലത്ത് എനിക്ക് തിരിച്ച് ഓഫീസിൽ പോകും. ഇത് വീഡിയോയിലൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. ഞാൻ വെറുതെ കുറേ നാളായി മര്യാദയ്ക്ക് വ്ളോഗ് ചെയ്തിട്ടെന്ന് വിചാരിച്ചൊരു വ്ളോഗ് ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ എപ്പോഴേലും വരാം. അപ്പോൾ കാണാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.